ചെയ്യാൻ പറ്റിയില്ല. സത്യം. എല്ലാം പോയി റെസ്റ്റ് എടുക്ക്. നാളെ ക്ലാസ്സിൽ പോകാനുള്ളതല്ലേ. വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് പോയി ഉറങ്ങട്ടെ. എടാ വിച്ചു, നീ എന്ത് നോക്കി നിക്കുവാ? ഏയ് ഒന്നുമില്ല. നീ എന്റെ ബാഗ് ഒന്ന് റൂമിൽ വയ്ക്കാൻ, ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? ആ, ചോദിക്കുന്ന മുന്നേ പോയി. അവൻ വന്നോളും, നീ പോയി ഫ്രഷ് ആക്ക്. പപ്പയും അമ്മയും എപ്പോ വരുന്നു പറഞ്ഞു? ഇല്ല, റെഡ് മൂൺ എടുക്കാറായില്ലേ. അംഗ്ലോസ്റ്റോം അതിന്റെ തയ്യാറെടുപ്പില്ല. അവർ അവിടെ ഉണ്ടാകണമെന്ന് വല്യച്ഛൻ പറഞ്ഞു. ഇനി 3 മാസം കൂടെ. അതുവരെ ലിച്ചുവിനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. 2 വീക്ക് കൂടെ കഴിഞ്ഞാൽ അവളുടെ ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അവളുടെ പഠിത്തം കഴിഞ്ഞതും അവളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകണം. ഇനി മനുഷ്യരുടെ ഇടയിൽ അവളെ നിർത്തുന്നത് അത്ര നല്ലതല്ല. അവളോട് എല്ലാം തുറന്ന് പറയാൻ പോകുവാണോ? പറയണം, പക്ഷെ ഇപ്പോ അല്ല. അതിന് സമയമായിട്ടില്ല. അവൾക്ക് കൊടുക്കാറുള്ള മരുന്ന് ഇനി അത് കൊടുക്കണ്ട. അത് സ്റ്റോപ്പ് ചെയ്തേക്ക്. പക്ഷെ ഇച്ചായ, അവളുടെ ശക്തി പുറത്തു വരൂലേ? വരും. അത് പുറത്ത് വന്നേ മതിയാകൂ. ഇല്ലേ അവളുടെ ജീവന് തന്നെ ആപത്താ. വിച്ചുവിനെ നീ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. അവരെ തിരഞ്ഞ ആപത്തുകൾ വന്നുകൊണ്ടിരിക്കും. ഇച്ചായ, വിച്ചുവിനെല്ലാം അറിയാം. വാട്ട്? അവന്റെ ഉള്ളിലെ ശക്തികളെ കുറിച്ച് അവൻ അറിയാം. ബട്ട് അവൻ ഒരു ഏഞ്ചൽ ആണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. എങ്ങനെ? അവനാ മരുന്ന് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് അവന്റെ ശക്തികളെല്ലാം പുറത്തു വന്നു തുടങ്ങി. എന്നിട്ട് ഇപ്പോഴാണോ നീ ഇത് പറയുന്നത്? ഞാൻ അറിഞ്ഞിട്ട് 4 ദിവസം ആയതേ ഉള്ളൂ. അന്ന് ഞങ്ങൾ വഴിതെറ്റിയില്ലേ? അന്ന് ശരിക്കും. മൂൺ പ്രിൻസസോ? നീ സത്യമാണോ പറയുന്നത്? സത്യവാ. എനിക്കെന്തോ പേടിയാകുക. ഇതൊന്നും ഇച്ചായനോട് പറയരുതെന്ന് പറഞ്ഞതാ. പക്ഷേ എനിക്കെന്തോ അവൻ അപകടത്തിലേക്കാ പോകുന്നതെന്നൊരു തോന്നൽ. ഞാൻ അറിഞ്ഞത് അവനോട് പറയണ്ട. നീ അവനെ കുറച്ചുകൂടെ വാച്ച് ചെയ്യണം. ദേവിയോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയണം. ശരി ചായ. അലക്സിയൽ, അവരെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിൽ നീ നിന്റെ കാര്യം മറക്കരുത്. നീയും സൂക്ഷിക്കണം. അപ്പോഴേക്കും എന്നെ മിസ് ചെയ്തോ? അത് പിന്നെ എനിക്ക് കാണാൻ തോന്നുവാ. എന്നാ മതിൽ ചാടിക്കോ, ഞാൻ ഇപ്പുറത്ത് നിന്ന് പിടിച്ചോളാം. ഒന്ന് പോയേ. എനിക്കിപ്പോ അതിനുള്ള ത്രാണിയൊന്നുമില്ല. ട്രാവൽ ചെയ്ത് വന്ന നല്ല ക്ഷീണമുണ്ട്. ഒന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങണം. കുളിക്കാൻ പോകുക? എന്നാ ഞാൻ അങ്ങോട്ട് മതിൽ ചാടാം. എന്തിന്? അല്ല ഹെൽപ്പും വേണേ ചെയ്യാലോ. ഒത്തിരി അങ്ങ് ഹെൽപ്പാക്കല്ലേ. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ എന്റെ ഇച്ഛായമാർക്ക് അതൊരു ബുദ്ധിമുട്ടാകും. വെറുതെ അവരുടെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കല്ലേ. നിന്റെ ഇച്ഛായമാരൊന്നും എനിക്കൊരു കോമ്പറ്റീഷൻ ഉള്ളത് പോലും ഇല്ല. ഇനി അവർ 3 പേര് ഒരുമിച്ച് വന്നാൽ പോലും എനിക്കത് ഏൽക്കൂല. ഓഹോ, അത്രയ്ക്ക് സ്ട്രോങ് ആണോ? നിനക്കെന്താ അതിൽ ഇത്ര ഡൗട്ട്? ഈ പറച്ചിലല്ലാതെ ഇതുവരെയായും ഒരു ഉറുമ്പിനെ പോലും അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വെറും ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. അതൊക്കെ കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോഴും നീ ഇത് തന്നെ പറയണം. ഓ ആയിക്കോട്ടെ. 2 വീക്സ് കൂടെ കഴിഞ്ഞ എക്സാമാ, അത് ഓർമ്മയുണ്ടല്ലോ. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല? ഹലോ ഹലോ ലിഡിയ സാർ, എന്താ പറഞ്ഞേ? റേഞ്ച് കിട്ടുന്നില്ല. എക്സാമിന് പഠിക്കാൻ. അയ്യോ, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓ, ഇപ്പൊ മനസ്സിലായി. എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോ റേഞ്ച് പോയല്ലേ. എക്സാം എങ്ങാനും ഉഴപ്പിയെന്ന് അറിഞ്ഞ. ഇത് കൊണ്ടാ പറയുന്ന പ്രൊഫസർമാരെ പ്രേമിക്കാൻ പാടില്ലാന്ന്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു കർത്താവേ. റിസൾട്ട് വരുമ്പോ ഇതിനുള്ള ഉത്തരം തരാൻ ഞാൻ വയ്ക്കോ. ഒന്ന് റൊമാൻറ്റിക്കായി സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും എക്സാമും പൊക്കി പിടിച്ചോണ്ട് വന്നോളൂ. എക്സാം ഒന്ന് കഴിഞ്ഞിട്ട് ശരിക്കുള്ള റൊമാൻസിനെ പഠിപ്പിച്ചു തരാട്ടോ. ഓ, വേണമെന്നില്ല. അങ്ങനെ പറയരുത്. എന്റെ കഴിവ് തെളിയിക്കാൻ എനിക്കൊരു അവസരം വേണം. അയ്യ, നോക്കിയിരുന്നോ. ഞാൻ വയ്ക്കോ. ബൈ. ബായ് മാത്രമേ ഉള്ളൂ? ഇപ്പൊ ബായ് മാത്രമേ ഉള്ളൂ. ഒന്ന് പ്ലീസ്. ഇല്ല. കഷ്ടമുണ്ട്, ഞാൻ പാവല്ലേ. അച്ചോടാ, എന്നാ ഇങ്ങോട്ട് വാ. ഞാൻ നേരിട്ട് തരാം. ഫോണിൽ കൂടെ തരുമ്പോ ഒരു ഫീൽ കിട്ടൂല. ഉറപ്പാണേ? ആദ്യം ഇങ്ങോട്ട് വാ. ആ പിന്നെ മതില് ചാട്ടം പ്രൊഹിബിറ്റഡ് ആണേ. മതില് ചാടി വന്ന ഞാൻ തരൂല. എന്തുവാടി? അപ്പൊ ബൈ.
യെസ് ഡിയർ. എന്നെ എങ്ങനെ അറിയാം? ലിഡിയുടെ ബ്രദർ അല്ലേ? ഞാൻ ലച്ചുവിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട്? യുവർ നെയിം? സെയിം. അവൾ ഇങ്ങനൊരു ഫ്രണ്ട് ഉള്ളതായി പറഞ്ഞിട്ടില്ലല്ലോ. ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും അല്ല, ബട്ട് സെയിം ക്ലാസ്സാ. പിന്നെ ലിഡിയയ്ക്ക് ട്വിൻ ബ്രദർ ഉള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഹോ, അല്ല ഇയാളെന്താ ഇവിടെ? ലിഡിയയ്ക്ക് എന്തേലും? ഏയ് നത്തിങ്. ഞാൻ ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ആരെയാ? അങ്ങനെ നോക്കല്ലേടോ, എനിക്കറിയാവുന്നതാണ്, ഹെൽപ്പ് ചെയ്യാന്ന് കരുതി പറഞ്ഞതാ. തനിക്ക് ബുദ്ധിമുട്ടാണേ വേണ്ട. ഏയ്, ഞാൻ വന്നത് ഇവിടുത്തെ ഒരു പ്രൊഫസറെ കുറിച്ച് അന്വേഷിക്കാനാ. പ്രൊഫസറോ? ആരാ? ഇവാൻ ഫിലിപ്സ്. ഇവാൻ ഫിലിപ്സ്? ഓ, മറ്റേ മിസ്റ്റീരിയസ് പ്രൊഫസർ. മിസ്റ്റീരിയസ്? അതിവിടെ എല്ലാരും പുള്ളി അങ്ങനെയാ വിളിക്കാറ്. മേ ഐ നോ വൈ? ബിക്കോസ് അങ്ങേറ്റ ബിഹേവിയർ തന്നെ. അധികം ആരോടും സംസാരിക്കാറില്ല, എപ്പോഴും സ്ട്രെയിറ്റ് ഫേസോടെയാ നടത്താം. പിന്നെ മിക്ക സമയം ഇവിടെ ഒരു പഴയ ലൈബ്രറി ഉണ്ട്, അതിനകത്തായിരിക്കും. ഒന്ന് ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങേര് അറ്റ്ലീസ്റ്റ് സ്മൈൽ ചെയ്യുന്നത് ലിഡിയയുടെ അടുത്ത് മാത്രം. കുറച്ചുനാൾ പുള്ളിയായിരുന്നല്ലോ ലിഡിയെ ഡ്രോപ്പ് ചെയ്തതും പിക്ക് ചെയ്തതും. അപ്പോൾ ഞങ്ങൾ കരുതി അവർ റിലേറ്റീവ്സ് ആയിരിക്കുന്ന. പിന്നെ ഡേവിഡും ഇടയ്ക്കൊക്കെ അവരുടെ കൂടെ കാണാറുണ്ട്. റിലേറ്റീവ് ഒന്നുമല്ല, ഞങ്ങൾ നെയ്ബേഴ്സാണ്. ഓ, അല്ല ഇപ്പൊ എന്താ പുള്ളിയെ കുറിച്ചൊരു അന്വേഷണം? നത്തിങ്. പിന്നെ ഒരു ലൈബ്രറിയുടെ കാര്യം പറഞ്ഞില്ലേ, അതെവിടെയാ? അത് പഴയ ബ്ലോക്കിലാ. അവിടെ അങ്ങനെ ക്ലാസ് ഒന്നുമില്ല. ആ ലൈബ്രറി ക്ലോസ്ഡ് ആയിരുന്നു. ബട്ട് പുള്ളിയുടെ റിക്വസ്റ്റ് പ്രകാരം അത് വീണ്ടും ഓപ്പൺ ചെയ്തു കൊടുത്തു. എന്തിനാന്നറിയോ? റിസർച്ചിന്റെ ഭാഗമായിട്ടെന്നാ പറഞ്ഞു കേട്ടെ. പിന്നെ അതിനകത്ത് വേറെ ആർക്കും പ്രവേശനമില്ല. കീ പുള്ളിയുടെ കയ്യിലാ. കീ എങ്ങനെയും ഒപ്പിക്കാൻ പറ്റുമോ? കീ ടാസ്ക് ആണ്. പ്ലീസ് എനിക്കതെങ്ങനെയും ഒന്ന് ഒപ്പിച്ചു തരുമോ? ഞാൻ നോക്കട്ടെ, ചിലപ്പോ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണും. താങ്ക് യു സോ മച്ച്. പുള്ളിയെ കുറിച്ച് എന്തിനാ അന്വേഷിക്കുന്നേ? ആള് കുഴപ്പക്കാരനാണോ? ഒരു കുഴപ്പവും ഉണ്ടാക്കാതിരിക്കാനാണ് അന്വേഷിക്കുന്നത്. മനസ്സിലായില്ല. സോറി സേൻ, എനിക്ക് അധികം ഒന്നും പറയാൻ പറ്റില്ല. കീ കിട്ടിയാ എന്നെ അറിയിച്ചാൽ മതി. തന്റെ ഫോണിതാ, ഞാൻ എന്റെ നമ്പർ തരാം. ഓക്കെ. ഞാൻ കരുതിയത്ര ബുദ്ധിമാനൊന്നുമല്ല നീ. സ്വയം വന്ന് കുഴിയിൽ ചാടി. നീ ഉണ്ടേ മാത്രമേ എനിക്ക് ലിഡിയെ സ്വന്തമാക്കാൻ പറ്റൂ. ആ, നിങ്ങളായിരുന്ന? എന്തേ പിടിച്ചല്ലേ? മാറാ. ഇത് എന്റെ വീട് തന്നെ അല്ലേ? ആ, ബെസ്റ്റ്. എടാ അലക്സേ, ഫുഡ് വേണേ വാ. ഫുഡാ? ദേ വന്നു. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. റൂമിലായിരിക്കും. ആ, ഇവൻ താനിതെപ്പ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡ് കൊണ്ടുവന്നതോ? ഞാൻ ഓർഡർ ചെയ്യാന്ന് വിചാരിച്ചതാ. എന്തിന്? അല്ല ആന്റി ഞങ്ങൾ എപ്പ വരും? 3 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഓ, അല്ല അപ്പൊ അതുവരെ പുറത്തു പോയി ഫുഡ് കഴിക്കാനാണോ പ്ലാൻ? അങ്ങനെ പുച്ഛിക്കല്ലേ, എനിക്ക് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാം. എനിക്കും. ഓംലേറ്റ് ഉണ്ടാക്കാനല്ലേ? അതിപ്പോ എല്ലാവർക്കും അറിയാം. എനിക്ക് അറ്റ്ലീസ്റ്റ് മുട്ടയെങ്കിലും പൊരിക്കാൻ അറിയാം. ഇവിടെ ഒരുത്തിയുണ്ട്, ചൂടുവെള്ളം പോലും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. എന്റെ കൊച്ചിന് അതൊന്നും പഠിച്ചിട്ട് വേണ്ട ജീവിക്കാൻ. അവൾക്കുള്ളതൊക്കെ അപ്പപ്പ എത്തിച്ചു കൊടുക്കാൻ ആളുകളുണ്ട്. വെറുതെ അല്ല അവളെ നന്നാകാത്ത. അവളെ കെട്ടാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോ കഷ്ടം തോന്നുന്നു. പറഞ്ഞ പോലെ വന്നല്ലോ. നീ എന്താ ലച്ചു ഞങ്ങളെ ആദ്യമായി കാണുന്ന പോലെ നോക്കുന്ന? നിങ്ങളെന്താ ഇവിടെ? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അവര് നമുക്കുള്ള ഫുഡ് കൊണ്ടുവന്നതോ? ഇന്ന് മാത്രമല്ല, ഇനി അങ്കിളും ആന്റിയും വരുന്നവരെ ഞാനാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ കുക്ക്. ഹാവ്, ഇപ്പോഴൊരു സമാധാനമായ. ഇല്ലേ 3 മാസം വളിച്ച ഫുഡ് കഴിക്കേണ്ട വന്നേനെ. മോനെ അലക്സി. ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാ. ഇതുവരെയായും ഒരു കോള് പോലും ഇല്ല. എങ്ങോട്ട് പോയതാന്ന് പറഞ്ഞില്ലേ? അതിനുള്ള സാവകാശമൊന്നും അവൻ തന്നില്ല. അതിനു മുന്നേ അവൻ പോയി. കുറച്ചു കഴിഞ്ഞാൽ വരുമായിരിക്കും. ലവിസിച്ചാൻ എവിടെ? ഹോസ്പിറ്റലിൽ പോയേക്കോ.
വന്നൊന്ന് റെസ്റ്റ് പോലും എടുക്കാത്ത ഹോസ്പിറ്റലിലേക്ക് പോയോ? ഇച്ചായന്റെ ഡെഡിക്കേഷൻ കാണുമ്പോഴാ സ്വയം കിണറ്റി ചാടാൻ തോന്നുന്നത്. അങ്ങേർക്ക് മെഡിസിൻ പഠിച്ച് പ്രാന്തായതാ. എന്നെ കൊണ്ടൊന്നും പറ്റൂല അതുപോലെ ചത്തുപണിയെടുക്കാൻ. അല്ലേലും നീ പണ്ടേ മടിച്ചിയ. ചേച്ചായ കള്ളം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ മടിച്ചൊന്നുമല്ല. കുനിഞ്ഞൊരു ഇല പോലും എടുത്ത് മാറ്റാത്തവളാ. എന്റെ ലൈഫ് ബോയിലറായേ. ഇതൊക്കെ എപ്പോ? അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. തനിക്ക് ഞാൻ കാണിച്ചു തരാടോ. അപ്പൊ ശരി, എനിക്കുള്ള ബിരിയാണി റെഡിയായി. ഞാനെന്നാ പോയി കഴിച്ചിട്ട് വരട്ടെ. ബിച്ചുവാ, ഞാൻ ഇപ്പൊ വരാം. അയ്യോ പോയി. നേരിൽ വന്ന ഒരു സാധനം തരാന്ന് പറഞ്ഞിരുന്നു. ആര്? ഞാനോ? എനിക്കൊന്നും ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ലേ? ഇല്ല സാർ, എന്തിനെ കുറിച്ചാ പറയണേ? സാരമില്ല, ഞാൻ ഓർമ്മിപ്പിക്കാം. സാർ എന്തിനാ അടുത്തോട്ട് വരുന്നത്? എന്താ പറഞ്ഞെന്ന് ഓർമ്മിപ്പിക്കാൻ. അത് അവിടെ നിന്ന് പറഞ്ഞാ മതി. ഇത് പറയുന്നതിനേക്കാൾ നല്ലത് ചെയ്ത് കാണിക്കുന്നതല്ലേ. വേണ്ട. അങ്ങനെ പറയല്ലേ, ഞാൻ ഓർമ്മിപ്പിക്കാന്നേ. വേണ്ട, എനിക്ക് ഓർമ്മ വന്നു. അപ്പൊ പിന്നെ അങ്ങ് തന്നോ? ഇല്ല. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. സാർമാരെ ഇച്ചായന്മാര് കാണും. എന്നാ വേഗം താ. ഇല്ല. നീയായി തന്നില്ലേ, ഞാനായി എടുക്കും. ഇച്ച വേണ്ട. എന്താ വിളിച്ചേ? ലിച്ചു, നീ ഇപ്പൊ എന്താ വിളിച്ചേ? അത് അറിയാതെ വന്നതാ. ഒന്നുകൂടെ വിളിക്ക. ഇച്ച. ഇന്നു മുതൽ എന്നെ അത് വിളിച്ചാ മതി. സമാധാനമായി. അപ്പൊ ഇനി ആ സാറ് വിളി വേണ്ടല്ലേ? ഇച്ച മാറി, ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ. അങ്ങനെ ഇപ്പൊ രക്ഷപ്പെടാന്ന് കരുതണ്ട. ഇച്ച ഒന്നേ തരൂ, പിന്നെ ചോദിക്കരുത്. ഒന്നെങ്കിൽ ഒന്ന്. അപ്പൊ ശരി, ബൈ. ഇച്ചായ, ഞാൻ ഇറങ്ങുവാ. ബൈ. നീ എങ്ങോട്ടാ? കോളേജിലേക്ക്. ആരുടെ കൂടെ പോണേ? ഇവൻ സാറിന്റെ കൂടെ. വേണ്ട, ഞാൻ കൊണ്ടുപോയി വിടാം. എന്തിന്? ഞങ്ങൾ രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോന്നേ. ഇന്ന് മുതൽ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. നിനക്കെന്താടാ പെട്ടെന്നൊരു കെയർ? ആ, ഇവൾക്ക് കുറച്ച് കെയറിന്റെ കുറവുണ്ട്. നീ എന്തിനാ വെച്ചു വെറുതെ ബുദ്ധിമുട്ടുന്നേ? ഞാൻ സാറിന്റെ കൂടെ പൊക്കോളാം. വേണ്ടെന്നല്ലേ പറഞ്ഞേ? സെട്ടിച്ചായ. ഇപ്പൊ ചെല്ല്, നമുക്ക് അവനെ പറഞ്ഞ് സെറ്റാക്കാം.
ഈവനിങ് ഞാൻ വന്നോളാം. ഞാൻ ദേവിയുടെ കൂടെ വരാം. പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. ആ 2 മിനിറ്റ് മുന്നേ ജനിച്ച അഹങ്കാരോ തെണ്ടി. ലച്ചൂസേ, ആരിത്? ആനപ്പല്ലോ? ഹോ, കണ്ടുപിടിച്ചു കഴിഞ്ഞു കൊച്ചു കള്ളി. എന്താ മോളെ മുഖത്ത് പതിവില്ലാത്തൊരു പ്രസരിപ്പ്? ഓ, ഞാനതങ്ങ് മറന്നു. അങ്ങനെ ലച്ചുവിന്റെ മാവും പൂത്തു. അല്ല മോളെ, ട്രീറ്റ് എപ്പോഴാ? അതിന്റെ ആവശ്യമുണ്ടോ? പിന്നെ അതാണ് മെയിൻ. ഹേ ലേഡീസ്. ആ വന്നല്ലോ കുരിശ്. ഹേ മൈ ഡാർലിംഗ്. എടാ ചെറുക്ക, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞു എന്റെ അടുത്ത് കൊഞ്ചിക്കൊഞ്ഞോണ്ട് വരരുതെന്ന്. ഇന്നലെ വരെ എന്റെ കൂടെ നടന്ന പെണ്ണ നേരം വെളുത്തപ്പോഴേക്കും അവളുടെ സ്വഭാവം മാറി. എന്റെ ദേവി, നീ ഇങ്ങനെ നടന്നോ? ഞങ്ങൾ രണ്ടുപേരും സെറ്റായി. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ. ഇവിടെ ചിലരൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ ഞാനൊരു താജ്മഹൽ പണിഞ്ഞേനെ. ആ താജ്മഹൽ അങ്ങ് മറന്നേക്ക് മോനെ. അൺറൊമാൻറ്റിക് മൂരാച്ചി. ആ മതി മതി, വാ ക്ലാസ്സിൽ പോവാം. ഇനിയിപ്പോ ഡെയിലി ക്ലാസ്സിൽ പോയല്ലേ പറ്റൂ. പോടാ. ലിഡിയ, സെയിം. ഏതാവൻ? ആർക്കറിയാം? ലച്ചുവിന് നമ്മൾ അറിയാത്ത ഫ്രണ്ടോ? നോട്ട് ചെയ്തു വെച്ചോ. എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ലൈബ്രറിയിൽ വെച്ച് കണ്ടതാ, പിന്നെ കണ്ടതേയില്ല. ക്ലാസ്സിലും വരാറില്ലല്ലോ. ഓ, ക്ലാസ്സിൽ കയറാനൊന്നും ഒരു മൈൻഡ് ഇല്ല. ഞാൻ ലൈബ്രറിയിൽ തന്നെയായിരിക്കും. ആഹാ, എന്നിട്ട് റിസർച്ച് എന്തായി? എന്താകാൻ, എനിക്ക് കിട്ടുന്നവരെ ഞാൻ അതിന്റെ പുറകെ നടക്കും. അല്ല, താൻ കുറച്ചു ദിവസം വന്നില്ലല്ലോ, എന്തു പറ്റി? ഒരു ചിന്ന ഫാമിലി ടൂർ. അപ്പോ ഫാമിലിയോടൊപ്പം അടിച്ചു പൊളിച്ചെന്ന് പറ. ആ, ഒരു മിനിറ്റ്. ഇത് റിസർച്ചിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോയപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചത്. വൗ, ഇത് കണ്ടപ്പോ തന്നെ ഓർമ്മ വന്ന്. ഇത് എനിക്കാണോ? ആക്ച്വലി എനിക്ക് ഇതുപോലെ ഗിഫ്റ്റ്സ് കൊടുക്കാനൊന്നും ആരുമില്ല. ബട്ട് ഇത് കണ്ടപ്പോ തനിക്കിത് മേടിച്ചു തരണം തോന്നി. തനിക്ക് ഇഷ്ടമായോ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. പിന്നെ ഇതൊരു മാജിക് ലോക്കറ്റാ. ശരിക്കും? ചുമ്മാ പറഞ്ഞതാ. ഇതിൽ ലൈറ്റ് തട്ടിയ കളർ ചേഞ്ച് ആകും. റിയലി? വൗ, കണ്ടിട്ട് അവർ നല്ല ക്ലോസ് ആണെന്ന് തോന്നുന്നല്ലോ. അവൻ എന്താ അവൾക്ക് കൊടുത്തേ? എടാ, അത് ഇവാൻ സാറിന്റെ കാറല്ലേ? ഇന്നിനി ഇവിടെ എന്തേലൊക്കെ നടക്കും. കരിനാക്ക് വളക്കല്ലേടാ. ലിഡിയ, നിനക്ക് ക്ലാസ്സിൽ കയറാനായില്ലേ? സേനെ കണ്ടപ്പോ സംസാരിച്ചു നിന്നതാ. ഇത് കണ്ടോ, സേന എനിക്ക് തന്നതാ. അലക്സാൻഡ്രേറ്റ്. ഒറ്റ നോട്ടം കൊണ്ട് തന്നെ സാറ് കണ്ടുപിടിച്ചല്ലോ. അലക്സാൻഡ്രേറ്റ് കളർ ചേഞ്ചിങ് ജെം സ്റ്റോൺ. യെസ്. ഓ മൈ ഗോഡ്, അത് റെയർ സ്റ്റോൺസ് അല്ലേ? ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. Not that much precious than you. Thank you so much. ലിഡിയ, താൻ ക്ലാസ്സിലേക്ക് പോ. ആ, ബൈ
ചേച്ചി. ജെല്ലിയായിന്നാ തോന്നുന്നേ. എന്താ നിന്റെ ഉദ്ദേശം? യു നോ ദാറ്റ് മെജസ്റ്റി, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നമുക്ക് കാണാം. ഒരിക്കൽ നീ ശ്രമിച്ചതല്ലേ, അപ്പൊ എന്താ സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടല്ലോ. നിന്റെ ഉദ്ദേശം ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം നടക്കൂല. അവളെ ഒരിക്കലും ഞാൻ നിനക്ക് വിട്ടു തരൂല. അവൾ എൻ്റെയാ. കാർലൈലിന് മാത്രമേ അവളിൽ അവകാശമുള്ളൂ. മമ്മി, റൂമിലേക്ക് ഒരു ബ്ലാക്ക് ടീ. ബ്ലാക്ക് ടീ മാത്രം മതിയോ? കൂടെ നല്ല ചൂട് ദോശയും ചട്നിയും പിന്നെ ഒരു ഉഴുന്നുവട കൂടെ ആയാലോ? വാ, ഇച്ചാനെടുത്തുവേ. ഞാൻ വേഗം പോയി പല്ല് തേച്ചിട്ട് വരാം. ഇങ്ങോട്ട് എഴുന്നേറ്റ് വാടാ. ഇന്നാ ഇതും പിടിച്ചോ, എന്നിട്ട് വേഗം കിച്ചണിലേക്ക് വാ. രാവിലെ തന്നെ ഐശ്വര്യമായി ആട്ടിയിട്ട് ഇന്നത്തെ ദിവസം ഞാൻ പൊളിക്കും. നീ കുക്ക് ചെയ്യാണോ? അപ്പൊ ഇത് ഞാൻ ആർക്ക് കൊണ്ടുവന്നേ? പാൻ കേക്ക്സ് ആടി. എന്താണേലും ശരി, ഇത് ഫുൾ കഴിച്ചോണം. അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട, ഞാൻ എല്ലാം കഴിച്ചോളാം. ഓ വന്നാ കോഴി. അല്ലടാ, നിന്റെ ബാലെവിടെ? ശരിയാണല്ലോ, അവനെവിടെ? ലച്ചുവിനെ ഡ്രോപ്പ് ചെയ്യാൻ പോയി. ഇത് പതിവില്ലാത്തതാണല്ലോ. കുഞ്ഞിച്ചാൻ അങ്ങോട്ടല്ലേ പോകുന്നേ? ഇച്ചാന്റെ കൂടെ അയച്ചാൽ പോരായിരുന്നോ? അതൊക്കെ പറഞ്ഞതാ, ബട്ട് അവന് വാശി. ഈയിടെയായി അവന്റെ സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം പോലെ. മാറ്റവോ? അതേന്നെ, അവന് ഈയിടെയായി വല്ലാത്ത ദേഷ്യം. എന്തേലും ചോദിച്ചാൽ പോലും കടിച്ചു കീറാൻ വരുന്ന പോലെയാ അവന്റെ സംസാരം. നിനക്ക് തോന്നിയതാ? മേ ബി ആയിരിക്കും. ആ, അതൊക്കെ വിട്. വാ കഴിക്കാം, എനിക്ക് നല്ല വിശപ്പ്. നിങ്ങൾ കഴിച്ചോ, ഞാൻ കഴിച്ചിട്ടാ വന്നേ. എനിക്ക് ലൈബ്രറി വരെ ഒന്ന് പോണം. ഓ പഠിപ്പി. നീയോ പഠിക്കുന്നില്ല, അവളേലും പഠിക്കട്ടെ. അയ്യ, ഞാൻ പഠിക്കാനൊന്നുമല്ല പോന്നെ. ആ ലൈബ്രറിയിലെ ഒരു കോർണറിലായി ഒരു ബെഡ് ഉണ്ട്. ഉറങ്ങാൻ എന്നാ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണെന്നറിയോ? ഷോ, ഒരു നിമിഷം ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയി. എന്റെ കർത്താവേ, ഇതിന്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന മനുഷ്യരെ നീ കാത്തോണേ. തലവേദനയ്ക്ക് ക്യാൻസറിന്റെ മരുന്ന് വരെ കൊടുത്താലും കൊടുക്കും. ഇതുപോലെ കപ്പിൽ ബ്ലഡ് കുടിക്കേണ്ടി വരും. നമ്മുടെ വംശത്തിന് തന്നെ ഇതൊരു അപമാനമാണ്. ഹലോ, എന്താടി? ആ, ഞാൻ വരാം. അവളാ, എന്തോ ഇമ്പോർട്ടന്റ് ആണെന്നാ പറഞ്ഞു. ഞാനും വരാം. ഓക്കെ. കുഞ്ഞിച്ചായ, അത് വാ നോക്കാം. ജാസ്പർ,